അങ്ങനെ ഞാൻ രാവിലെ തന്നെ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടാട്ടുള്ളത്. ഞാൻ അയില വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ചെമ്പല്ലി കണ്ടപ്പോൾ വിചാരിച്ചു ഇനി അത് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ചെമ്പല്ലി വാങ്ങിച്ചു. അപ്പോൾ സജീവേട്ടനും കണ്ണനും പൊന്നൂനും കൂടെ വറുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതൊക്കെ വൃത്തിയാക്കി ഉപ്പും മുളകൊക്കെ പെരക്കി വെച്ചു. അതിന് ശേഷം ഞാൻ അലക്കാമെന്ന് വിചാരിച്ചു ട്ടോ. അങ്ങനെ അലക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം അത് പാകമായിട്ടുണ്ട് ട്ടോ. ഇനി ഒരു വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് അതിനിങ്ങനെ പടർത്തി കൊണ്ടുവരണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആര്യമോളും ബിന്ദേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ എല്ലാ ദിവസവും വരുമ്പോഴൊക്കെ പറഞ്ഞിട്ടാട്ടോ വരിക. പക്ഷേ ഇപ്പോൾ ഇന്ന് പറയാതെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വെറുതെ നിമ്മീൻ്റെ അടുത്തോട്ട് പോയി. അവിടെ ചെന്നപ്പം ലിജേഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിജേഷേട്ടനെ കണ്ടപ്പോൾ ആര്യമോൾക്ക് ആ ബൈക്കൊന്ന് ഓടിക്കണമെന്ന് തോന്നി. അങ്ങനെ അവൾ അതിൻ്റെ പൊക്കത്ത് കയറി ട്ടോ. അവളിപ്പോൾ ഡ്രൈവിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയായി. കാരണം അവൾ പഠിച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അവളുടെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, ഞാൻ അതൊക്കെ പെട്ടിയിലിട്ട് പൂട്ടി വെച്ചിട്ടാണുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ധൈര്യമില്ല കേട്ടോ. അപ്പോൾ അവൾ അതിൽ കയറി പോകുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാട്ടോ ഉണ്ടായത്. പിന്നെ അവൾ പോയി തിരിച്ച് വരുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബിന്ദുവേച്ചിക്ക് യാതൊരു ടെൻഷനും ഇല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ തിരിച്ച് വന്നപ്പോൾ ലിജേഷേട്ടൻ പറഞ്ഞു അവിടെ ഒരു കാറുണ്ട് ഡ്രൈവിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞപ്പോൾ അതിലൊന്ന് കയറണം എന്നായിട്ടോ. പിന്നെ അവൾക്ക് അങ്ങനെ ലിജേഷേട്ടൻ്റെ കൂടെ അവൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. തിരിച്ചിങ്ങോട്ട് അവൾ ഒറ്റയ്ക്കാട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒരാൾ ഡ്രൈവിങ് അറിയുന്ന ഒരാൾ അടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. ഞാനൊക്കെ കാറ് തൊട്ട് നോക്കുക പോലും ചെയ്യാത്തത്. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് കാറിങ്ങ് എടുത്തിട്ടിങ്ങ് പോന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബിന്ദുവേച്ചിക്ക് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇമ്മിയടുത്ത് കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അപ്പോഴത്തേനും അവൾ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കണ്ണനും കൂടെ ചായയൊക്കെ കുടിച്ച് പിന്നെ ജയേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ജയേച്ചിൻ്റെ അടുത്തും വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.